താഴെയോ അല്ലെങ്കിൽ മേലെയായിട്ടും തുടങ്ങാം എന്ന് തന്നെയാണ് ഏതായാലും നല്ലൊരു ആശയം തന്നിട്ടുണ്ട് സ്വാഗതം ചെയ്യണം. പിന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കുറച്ചൊക്കെ ഉണ്ട്. ഈ കാറ്റാടി തൈകൾ ഈ തീരദേശ മേഖലയ്ക്ക് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറെ അവിടുത്തെ നാട്ടുകാർ തന്നെ നശിപ്പിക്കുന്ന കാരണം ഒരു തൊഴിലുറപ്പിലെ ഒരാൾക്ക് ആ കൂലി കൊടുത്തിട്ട് അയാളാണ് അവിടുത്തെ ചെടികൾ സംരക്ഷിക്കേണ്ടത്. മരങ്ങൾ ഇതുപോലെ സ്കൂളുകളിലേക്ക് മരം കൊണ്ടുകൊടുക്കുന്നത് വളരെ നല്ലൊരു, ഈ സാധാ മരങ്ങളെല്ലാം ഫലവൃക്ഷങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല പക്ഷികൾക്കും എല്ലാം വളരെ നല്ലൊരു ഐഡിയ ആണത്. കാരണം ജാമ്പക്ക അല്ലെങ്കിൽ പിന്നെന്താ പേരക്കയോ ഏത് ടൈപ്പ് ആയാലും ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷം, പക്ഷികളും കൂടുതൽ വരും, അതും വളരെ സന്തോഷം. സ്കൂള് ഒന്നും കൂടി എന്താ പറയാ ഒരു ഗ്രീൻ ഹൗസ് എന്നുള്ള രീതിയിലേക്ക് മാറും. ആ കുട്ടികളെ കൂടുതൽ ബോധവൽക്കരിക്കാൻ പറ്റും മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക്. അപ്പൊ അതിനും കൃഷിഭവനിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോ വളരെ നല്ല 2 ഐഡിയാസ് തന്നിട്ടുണ്ട്. ഇനിയും എന്താ പറയാ, ഇന്നലെ പറഞ്ഞ തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇന്നലെ എന്നെ കുറെ കളിയാക്കായിരുന്നു. 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. എന്താ അവിടെ പോയി പറഞ്ഞത്, ഞാനൊക്കെ ബോറടിപ്പിച്ച് കൊന്നു പാവം പ്രവാസികൾ അല്ലെങ്കിൽ ഇവിടെ കഷ്ടപ്പെടുകയാണെന്ന് അവർ ഇവിടെ കഷ്ടത്തിലാക്കി. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ അറിയില്ല. എപ്പോഴും നമുക്ക് അവിടെ കംപ്ലൈന്റ് കിട്ടുന്നതാണ്, പ്രവാസികൾക്ക് കാര്യങ്ങളൊന്നും ഇവിടെയുള്ളവരൊന്നും അറിയുന്നില്ല. അപ്പൊ അവരുടെ വീട്ടുകാർക്ക് 15 ആളും പുറത്തേക്ക് ഇറങ്ങാത്ത സ്ത്രീകളൊക്കെ ആവും. ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ ഈ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞു ബുദ്ധിമുട്ട് അറിയിക്കേണ്ടെന്ന് വെച്ചിട്ട് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ വളരെയധികം ചെലവുകൾ, കുറച്ച് അനാവശ്യമായ ചെലവുകൾ തന്നെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കല്യാണങ്ങൾക്ക് പോകുമ്പോഴാണ് ഏറ്റവും അധികം സങ്കടകരമായ അവസ്ഥ. കാരണം ഞങ്ങളൊക്കെ ക്ഷണിക്കാൻ വരുമ്പോ എല്ലാവരും പറയും പ്രസിഡന്റ് കാര്യമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, വളരെ മോശമായ ഒരു അവസ്ഥയാണ് ആരോപിക്കുന്നത്. ഞങ്ങളെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഒന്ന് ഡ്രസ്സിന്റെ മുകളിൽ ചെലവാക്കുന്നത് വളരെ കൂടുതലാണ്. ഞാൻ അവിടെ വീട്ടിലത്തെ ചെലവ് ഞാൻ കുറ്റം പറയല്ല, എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകള് സുന്ദരമായിട്ട് സൗന്ദര്യമായിട്ട് എല്ലാം നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കണം ആഗ്രഹമുള്ളവരാണ്. പക്ഷെ നമ്മൾക്ക് കിട്ടിയ ആളിനെ കാട്ടി നമ്മൾ അവിടെ പോയി കാണുമ്പോൾ നേരെ വിപരീതമായ ഒരു അവസ്ഥയാണ്. അതുപോലെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത്. ഞാൻ സത്യം പറയാം, ഈ ഇവിടെ ഇപ്പോ കല്യാണങ്ങൾക്ക് പോണ ഇത്തിരി അധികം ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. നമ്മള് ബിരിയാണിയൊക്കെ നോക്കി എത്രയാ വേസ്റ്റ്, ചിക്കന്റെ വേസ്റ്റ് വെറുതെ വാരി ഒരു പ്ലേറ്റിലേക്ക് ഇടും, കൊണ്ടുപോയി കളയുന്ന ഒരു അവസ്ഥ. സത്യം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടമാണ്. നമ്മള് ജർമ്മനിയിലൊക്കെ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിൽ ഒതുങ്ങുന്ന ഭക്ഷണം മാത്രമേ എടുക്കുക, അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്നതാണ് പറയാം. ചില ഹോട്ടലുകളൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാകും. ചില യൂറോപ്യൻ കൺട്രീസ് അവര് ഹോട്ടലിൽ അവർ ബോർഡ് വെച്ചിരുന്നു, നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ എടുത്ത് കഴിക്കുക, ബാക്കി വെച്ചാൽ അതിന് നിങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്നതായിരിക്കും. അങ്ങ് അത്രയും പുരോഗമനമുള്ള രാജ്യം പോലും അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടില് സാമ്പത്തികമായി വളരെ മോശമായിട്ട് നിൽക്കുന്ന ഏരിയകൾ പോലും ഈ കല്യാണ അവസരങ്ങളിൽ പാഴാക്കി കളയുന്ന ഭക്ഷണം വളരെയധികം. അത് ഈ കമ്മിറ്റിയിൽ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഒരു അറിയിപ്പ് ഏതായാലും അവർക്ക് അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലില് ഇപ്പൊ ഈ പൈസയുടെ പ്രശ്നം വന്ന സമയത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ വളരെയധികം തിരക്ക് കുറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ്? ചില അസുഖങ്ങൾക്ക് ഡോക്ടർക്ക് പോകാണ്ട് തന്നെ നമുക്ക് തന്നെ വീട്ടിൽ ഒറ്റമൂലിയൊക്കെ ഒന്ന് തുമ്മിയാൽ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു പനി വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പ്രവണത അപ്പൊ ഭയങ്കരമായിട്ടുണ്ട്. ഈ കിഡ്നിക്ക് അസുഖം വരുന്നത് പോലും നമ്മൾ അമിതമായിട്ടുള്ള ഗുളിക കഴിച്ചിട്ടാണെന്നുള്ളതും കൂടി. ക്യാൻസറിന് കഴിക്കുന്ന മരുന്നുകൾ ഇപ്പൊ ഇടയ്ക്ക് സ്റ്റഡി എന്ന് പറയാം, വീണ്ടും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ആ മരുന്നുകൾക്ക് ഉണ്ട് എന്നാണ്. അപ്പൊ ഈ പൈസ ഇല്ലാത്ത സമയത്ത് നോക്കുമ്പോൾ ഹോസ്പിറ്റലൊക്കെ കാലിയാണ്. അപ്പൊ എന്താ, അത്യാവശ്യം വീട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നമ്മളൊരു ചുക്ക് കാപ്പി, ഞാനിപ്പോഴും അതൊരു തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ കരയുടെ ഗുളിക തന്നെ പോലും ഞാനും കഴിക്കാറുള്ളൂ. കഴിയുന്നത്ര ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് കുറെയൊക്കെ ഭേദാവും ചെയ്യും. കവകെട്ടലൊക്കെ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഭേദാവും പറ്റുന്നതും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഹോസ്പിറ്റലായിരുന്നു. കുറെ വലിയ ബിൽഡിംഗ് എടുക്കുന്നുണ്ട്, കുറെ AC റൂം അല്ലെങ്കിൽ കുറച്ച് ടൈൽസ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോ പറയാം, അത് ചില ഗൾഫിൽ നിന്നൊക്കെ വന്ന ചില ആൾക്കാരുണ്ട്, ഇവിടെ എത്ര റൂമിന് വാടക, ഇവിടെ 3000 ഉണ്ടോ, അത് മോശമാണ്, ഞങ്ങൾക്ക് അവിടെ 10,000 ഉണ്ട്, ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ പോവാം. അപ്പൊ അങ്ങനെ ഒരു പ്രവണത ഇതൊക്കെ സംഭവം ഒന്ന് തന്നെയാണ്. പ്രസവമാണെങ്കിലും പ്രസവിച്ചെടുക്കുന്നത് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സാധാരണ ഹോസ്പിറ്റലിൽ നമുക്ക് പ്രസവിച്ചെടുക്കും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാരണം ഒരു ഡോക്ടർ ഞാൻ ഞങ്ങളോട് പറഞ്ഞത്
അത് കാരണം ഞാനത് ആ റൂമൊക്കെ ഒന്ന് നന്നാക്കാം. കാരണം ഇവരുടെ പേഷ്യൻസൊക്കെ ഗൾഫെന്ന് പറഞ്ഞവരൊന്നും ആരും ഇവിടെ വരുന്നില്ല, അവരൊക്കെ മറ്റ് വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരെ കണ്ടിട്ട് കാര്യമില്ല. നമ്മള് പിന്നെ മറ്റൊരാളെ ജീവിക്കുന്ന രീതി കണ്ടിട്ട് എനിക്കും അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പോക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ. എല്ലാരും കുറ്റം പറയുന്നത് എന്റെ അടുത്ത് കുറ്റം പറഞ്ഞെങ്കിൽ എന്താ അതിന്റെ സാരി കണ്ടില്ലേ. ഇപ്പൊ എന്റെ അടുത്താണെങ്കിൽ ചിലപ്പോൾ പറയും ഇതൊക്കെ ഇങ്ങനത്തെ സാരി നിർത്തി കിടക്കുന്നത്. ഞാൻ പറയും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എനിക്ക് ഡെയിലി ഇട്ട് കിടക്കണം. എനിക്ക് സൗകര്യം പോലെയുള്ള ഒരു ഡ്രസ്സാണ് ഞാനില്ല. അല്ലാണ്ട് വില കൂടി ആൾക്കാരെ ബോധിപ്പിക്കാൻ എന്റെ ഭർത്താവിന്റെ ഒരു കടം വന്നാൽ ഈ പറയുന്ന ഒരാളുണ്ടാവില്ല. അപ്പൊ എന്ന് കണ്ടില്ല അന്ന് ഭയങ്കര സന്തോഷമായിട്ട് നടത്തിയിരുന്നു. 10,000-ന്റെ സാരി എടുക്കുള്ളൂ. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിരിക്കാനേ ആളുണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരു ആയിട്ട് വളർത്താൻ നമ്മുടെ കുട്ടികളെയും ശീലാക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഫോൺ തന്നെ നമുക്കറിയാം വളരെയധികം. വീട്ടിൽ കയറിയ ഈ ഓല കുടിലാണെന്നൊക്കെ പറയും. ആൺകുട്ടികളെ കണ്ട ബൈക്കിൽ ഏത് സമയം ചെത്തി നടക്കുന്ന കാണാം. ഇപ്പോഴത്തെ അവസ്ഥയാണത്. ബൈക്കിൽ ഫുൾ ടൈം ചെത്തി നടക്കുന്ന മുടിയൊക്കെ ഇപ്പൊ ഓരോരുത്തരുടെ കണ്ട ഇത് ഏത് എവിടുന്ന ഉദ്ദേശിച്ചൊന്നും അറിയില്ല. പിന്നെ അവരൊരു ചെറുപ്പക്കാരുടെ ആക്രാന്തല്ലേ അത് തീരട്ടെന്ന് വെച്ചു. ഈ ഫോണും സാംസങ് ഫോണും 6ഉം 7ഉം ഇല്ലാത്തവരൊന്നും കയ്യിൽ കുറവാ. ഇതൊക്കെ എവിടുന്ന ഈ പൈസയൊക്കെ വരുന്നെന്ന് വെച്ചാൽ നമുക്കറിയില്ല. എവിടുന്ന ഈ പൈസയൊക്കെ വരുന്നത്? 10-30,000 രൂപ കൊടുക്കാണ് നല്ല ഫോൺ കിട്ടില്ല. ഈ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാക്കണം? മയക്കുമരുന്നിന് വളരെയധികം ചെലവാകുന്ന സ്ഥലമാണ് ഇപ്പൊ വെള്ളിയങ്കോട്. നമ്മുടെ പഞ്ചായത്തില് റെയ്ഡ് നടക്കുന്നുണ്ട്. പിടിച്ചോണ്ടോ 1 മാസം അകത്തേക്കിടും, വീണ്ടും പുറത്തേക്ക് എത്തുക, അതേ സ്ഥിതി തന്നെയാണ് വീണ്ടും. ഇന്നലെയും കൂടി അതിനോട് പറയാം കിണർ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ എക്സൈസ് എന്നും മീറ്റിങ്ങിന് വരും, ഞങ്ങൾ വിവരം പറയും, അവർ പോയി പിടിക്കും. 1 മാസം കഴിഞ്ഞാൽ അവര് തുറന്നു വിടും. കാരണം വലിയ കള്ളകെട്ട് വലിയ രീതിയിൽ ചെയ്താലും ചെറിയ രീതിയിൽ ചെയ്താലും ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ 1,200-1,500 അത്രയും മാക്സിമം അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് വരാം. വീണ്ടും ഇതേ സ്ഥിതിയിലാണ് ഫോണ്. കാരണം അവർക്കും അവരുടെ നിയമത്തെ അവർക്കും അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് പറയുന്നത്. വളരെയധികം ഇപ്പൊ ഈ കള്ളൂടി ഭാഗം നിർത്തുന്നു പറയുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കണം. സത്യം പറഞ്ഞാൽ ടെൻഷൻ കൂടുതലാണ്. ഇതൊക്കെ മയക്കുമരുന്നിലേക്കാണ് ഈ പോകുന്നത്. ചെറുതിലൊന്നല്ല. ഇപ്പൊ സിഗരറ്റ് വലിയും കള്ളുകൂടി മാറി നേരെ മയക്കുമരുന്നിലേക്കാണ് പോണത്. പെൺകുട്ടികളെ പോലും ഐസ്ക്രീമിലും ഇതൊക്കെ നമ്മുടെ വെള്ളിമൂട് ഹൈസ്കൂളിലൊക്കെ ഏത് സമയം ഞങ്ങൾ പറയും പെൺകുട്ടികൾക്കൊന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടാൽ ഏറ്റവും വലിയ പ്രശ്നം വെള്ളിമൂട് ഹൈസ്കൂളിൽ പെൺകുട്ടികളെ ചേർത്തൊക്കെ മടിയാന്നാണ്. ആൾക്കാർക്ക് മടിയല്ല, അവർക്ക് ചേർക്കാൻ പേടിയാണ്. പൂവാലശല്യം വളരെയധികം ഉണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോൾ ചെറുപ്പക്കാരുടെ ശല്യങ്ങള് അതൊക്കെ ഈ മയക്കുമരുന്ന് അടിമയായ കുട്ടികളാണ്. അപ്പൊ അത് സ്കൂളൊന്ന് നന്നാക്കാനുള്ള ഏകദേശം 7 കോടിക്ക് മേലെയാണ് അതിന് ചെലവ് കണ്ടിട്ടുള്ളത്. സ്കൂൾ നന്നാക്കാൻ നമുക്ക് അറിഞ്ഞാണ് പേപ്പറിലൊക്കെ. നമ്മുടെ മെട്രോമാനിൽ ഇതര വന്നിട്ടാണ് അതിന്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിട്ടുള്ളത് സ്കൂളിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടും പ്രയത്നിക്കുന്നത് കൂടുതൽ നല്ല രീതിയിലേക്ക്. നമ്മുടെ സ്കൂൾ നശിക്കുമ്പോൾ നമുക്കറിയാം ആ ചുറ്റുപാടത്തുള്ള സംസ്കാരമാണ് നശിച്ചു പോകുന്നത്. പണ്ട് 1200 2 ഷിഫ്റ്റായിട്ട് നടന്നിരുന്ന സ്കൂളാണ് അത്. ഇപ്പൊ 600-ൽ താഴെ കുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ആ സ്കൂളിന്റെ ഒരു ദയനീയ അവസ്ഥ നോക്കും. ബിൽഡിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുട്ടികൾ കുറയാ. കാരണം ചിലപ്പോ എന്താണ് വിഷയം എന്നറിയില്ല. കൂടുതൽ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മളിപ്പോ വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. എല്ലാവരും നമ്മുടെ വെള്ളിമൂടിൽ അത്യാവശ്യം എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. നല്ല രീതിയിലേക്ക് കൊണ്ടുപോവാ. പിന്നെ ഞാനിതിൽ കൂടുതല് ഉണ്ട്. ഉണ്ട്. അത് അവിടെയും പിന്നെ ഒന്ന് കനാലിന്റെ മറ്റേ ഇതുണ്ട്, എന്താ പറയാ, റെഗുലേറ്റർ കംപ്ലീറ്റ്. അതിന് ഏകദേശം 2 കോടിയോളം പാസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട്. എന്നാലും പണ്ടത്തെ പോലെയല്ല. പണ്ട് ലേറ്റ് ആവുന്ന കാട്ടി ഇപ്പം കുറച്ചും കൂടി സ്പീഡപ്പ് ആവുന്നുണ്ട്. പണ്ട് സർക്കാർ കാര്യം കുറെ പോലെ എന്ന് പറയുന്ന പോലെ മാറുന്നില്ല. കുറെയൊക്കെ സ്പീഡ് ആയി വരുന്നുണ്ട്. കാരണം എല്ലാ രീതിയിലും ആധുനികത വരുമ്പോ ഒന്നും കൂടി സ്പീഡപ്പ് ആവുന്ന തോന്നുന്നത്. നമ്മൾക്ക് പറയാവുന്നത്ര ഞങ്ങൾ പിന്നാലെ ഓരോന്ന് കാണുമ്പോൾ MLA കാണുമ്പോൾ ഞങ്ങൾ MLA സ്പീക്കർ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട് എല്ലാ വിഷയങ്ങളും. അവരടുത്ത് കിട്ടാവുന്ന ഫണ്ട് മാക്സിമം ഞങ്ങൾക്ക് എത്രയധികം കൈകലാക്കാം എന്നുള്ളതാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇതെന്താ പറയുക, BPL നമ്മുടെ ഈ പാവങ്ങളെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഈ 2-3 ഗ്രൂപ്പുകൾ ചെയ്യുമ്പോൾ ഇത് ചില പാവങ്ങൾക്ക് മാത്രം എല്ലാ ഭാഗത്തുനിന്നും ഒരു വീട്ടുകാർക്ക് തന്നെ ഈ സഹായം ലഭിക്കുന്നത് കഴിയുന്നതൊന്ന് ശ്രദ്ധിച്ച് അങ്ങനത്തെ ഒക്കെ ഒന്ന് ഒഴിവാക്കാം. വേറെ മറ്റുള്ളവർക്കൊന്നും സഹായം കിട്ടുന്നില്ല എന്നുള്ള ഉറപ്പുള്ളതായിട്ട് നമ്മൾ സഹായിച്ചാൽ ഒന്ന് കൂടുതൽ ഇതാക്കും. BPL കാർഡ് നമ്മുടെ ഏറ്റവും വിഷമം വന്നതെന്ന് നമ്മുടെ റേഷൻ കാർഡ്
ഇപ്പൊ ബിപിഎൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ ഏറ്റവും തറയാണ് അല്ലെങ്കിൽ ഞാനൊരു ഇതാണെന്നുള്ള ബോധ്യപ്പെടുന്ന രീതിയിലാണ് ആൾക്കാർ വണ്ടി സത്യം പറഞ്ഞ ഇന്നോവ വണ്ടിയിൽ വന്നിട്ടാണ് ഇറങ്ങുന്നത്. 5-10 ആൾ ഇന്നോവയിൽ മുമ്പത്തേക്ക് വരുന്നുണ്ട്. എന്താണ് ബിപിഎല്ലിൽ പെട്ടാനാണ് നമ്മൾ കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. നമുക്കൊന്നും പറയാൻ നിവർത്തില്ല. അതിന്റെ മുമ്പിലേക്ക് ഞാൻ പോയില്ല. ആ ലൈനിൽ കുറെ ക്യൂ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ പോയാ ഞാൻ ആരെയും സ്വാധീനിച്ചു അല്ലെങ്കിൽ അവർക്ക് മാത്രം ചെയ്തു കൊടുത്തു എന്നുള്ള ചീത്തപ്പേര് കണ്ടാച്ച് ഞാൻ പോയില്ല. അപ്പോ ഞാൻ ഇതിന് താഴെയാണെന്ന് വളരെ ചുരുങ്ങിയ ആൾക്കാരുണ്ട്, തീരെ ഇല്ലാന്നല്ല, വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഗുജറാത്തിൽ ഇതിലും ഞാൻ ഞങ്ങൾക്ക് 2 സ്പെഷ്യലിലേക്ക് സർക്കാരിന്റെ ഇതിന് പോകാൻ പറ്റി. അവിടെ വളരെ ഉള്ളോട്ടുള്ള ഒരു സാധാരണ ഗ്രാമം, അങ്ങനത്തെ ഗ്രാമം നമ്മുടെ നാട്ടില് കേരളത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ ഗ്രാമത്തിൽ പോയ സമയത്ത് അവിടെ 33% പേര് ബിപിഎൽ രേഖയ്ക്ക് താഴെയുള്ളൂ. വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമമാണെങ്കിൽ പോലും സത്യം പറഞ്ഞ കേരളത്തിലെ അവസ്ഥ നോക്കിയാൽ അവർ മൊത്തം ബിപിഎല്ലിന്റെ ഉള്ളിൽ പെടേണ്ടി വരും. എന്നാലും 33% പേരെ അതിൽ പെട്ടുള്ളൂ. ആ കണക്കിന് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ വരുമ്പോ എല്ലാവരും ബിപിഎൽ ലിസ്റ്റിൽ പെടണം. പക്ഷെ ചുരുക്കം പേര് ബിപിഎൽ വന്നവരെ ഞങ്ങളെ പേര് വെച്ചുകൊള്ളെന്ന് പറയണ്ട. അതിന്റെ തോന്നുന്നത് വെച്ചാൽ ബിപിഎൽ ലിസ്റ്റാകുമ്പോൾ നമുക്ക് ലോൺ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ച് കിട്ടാൻ ബിപിഎൽ റേഷൻ കാർഡാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് പേര് സ്വയം മുന്നോട്ട് വന്ന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പേര് വെക്കിയവരുണ്ട്. പക്ഷെ കൂടുതൽ പേര് ഇപ്പോഴും ഒന്ന് ചേർക്കോ ഞാൻ നോക്കുമ്പോ അച്ഛനും അമ്മയും മകനും മരുമകളും എല്ലാവരും ജോലിയുണ്ട്. എല്ലാവർക്കും ജോലിയുള്ള അവരോടി രഹസ്യമായിട്ട് ആ ബുക്കിൽ ഞങ്ങളുടെ മുനിസിപ്പലിറ്റിയിൽ വന്നിട്ട് പേരൊക്കെ എഴുതി ചേർക്കുക. എന്റെ പേരൊന്നും എഴുതിട്ട് അപ്പൊ മെമ്പർമാർക്കൊന്നും വർക്കില്ല, ഇവരെ പേര് എഴുതി ചേർക്കുക തന്നെ. ഇത് നെയ്യ് വാങ്ങുന്നത് ഇവർക്ക് തന്നെ കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വല്ല കോഴിക്കും പശുവിനൊക്കെ കൊടുക്കാനാണോന്നും അറിയില്ല. ചിലവർ അതിന് മാത്രമായിട്ട് റേഷൻ കടയിൽ വാങ്ങുന്നവരുണ്ട്, കോഴിക്കിട്ട് കൊടുക്കാൻ മാത്രമായിട്ട് വാങ്ങുന്നവരുണ്ട്. അതുപോലെ അംഗനവാടികൾക്ക് നമ്മൾ പൊടി കുട്ടികൾക്ക് പൊടി കൊടുക്കുന്നുണ്ട്, ഈ അമൃതം പൊടിയും വേണ്ടി. അത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കുടുംബശ്രീയുടെ സ്ത്രീകൾ തന്നെ ഉണ്ടാക്കുന്നത്. അത് വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക്, ചെറിയ ഒരു 8-9 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്കറിയാം. ആ അംഗനവാടി ടീച്ചർമാർക്ക് വന്ന് തൂക്കി നോക്കുമ്പോൾ വെയിറ്റ് കുറവാണെന്ന് കാണുമ്പോൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന പൊടിയാണ്. അത് കഴിച്ചാൽ 3 മാസം കൊണ്ട് വെയിറ്റ് വെക്കുന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അതും ചിലവർ വാങ്ങിക്കൊണ്ടുവന്നത് കോഴിക്കും നായക്കും കറക്കിട്ട് കൊടുക്കാനാണ്. അല്ല, കാരണം എത്ര വളരെ ഇതായിട്ടുള്ള അവസ്ഥയാണത്. അതിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് തീരെ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയധികം ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ചെലവിലേക്ക് ബിപിഎൽ കാരൻ മാത്രമായിട്ടാണ് സർക്കാർ വേണമെന്ന് പറയുന്നത്. ബാക്കി ആർക്കും സർക്കാർ ആശുപത്രി വേണ്ട, സ്കൂള് വേണ്ട. പക്ഷെ ഇപ്പൊ എല്ലാ രീതിയിലും സർക്കാർ സ്കൂൾ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ എല്ലാ പഞ്ചായത്തും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എല്ലാ സ്കൂളിലേക്കും സ്മാർട്ട് ക്ലാസ് കൊടുത്തു. ഇപ്പൊ ബെഞ്ചും ഡെസ്കും ഒക്കെ കുറവാണെന്ന് പറഞ്ഞാൽ എല്ലാ ബെഞ്ചും 10-30 ബെഞ്ചും ഡെസ്ക് വെച്ചിട്ട് ഓരോ സ്കൂളിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സർക്കാർ സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിനെക്കാട്ടി മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പഞ്ചായത്ത് മാത്രമല്ല, എല്ലാ പഞ്ചായത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് കോഴിക്കോട് നമുക്കറിയാം, പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ഏകദേശം 2 കോടി ചെലവാക്കിയിട്ട് നമ്മുടെ ഒരു ഇന്റർനാഷണൽ സ്കൂളിനെ തോൽപ്പിക്കുന്ന വിധമാണ് ആ സ്കൂളിന്റെ ബിൽഡിങ്ങും കാര്യങ്ങളും വിദ്യാഭ്യാസവും എല്ലാം അത്ര മനോഹരമായിട്ട്. അപ്പോ നമുക്കൊക്കെ അതില് ഒരു എന്താ പറയാ ആഗ്രഹം നമുക്കൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ സ്കൂളും പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ സ്കൂളും അതുപോലെ നല്ല നിലവാരത്തിൽ. അതിൽ ഏറ്റവും പിന്നോക്കം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷറി സ്കൂൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾ എപ്പോഴും വളരെ ചുരുങ്ങിയ കുട്ടികളാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾ വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ നമ്മൾ അതൊന്ന് ഇപ്രാവശ്യം ആ ഭാഗത്തുള്ള മെമ്പർമാരൊക്കെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ എംബ്രാൻഡ് ഗ്രൂപ്പ് അവരൊക്കെ അതിന് പിന്നാലെ നടക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോൾ രാഷ്ട്രീയം മതത്തിന് അതീതം എന്ന് പറഞ്ഞാലും അവസാനം ചെന്നെത്തുന്നത് ആ രീതിയിൽ തന്നെയാണെന്നുള്ളത് 100% ഉറപ്പ്. അവിടെ എല്ലാ സ്ഥലത്തും ശരിക്കും രാഷ്ട്രീയത്തിനുമായി മതത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കണമൊക്കെ ഞങ്ങൾ പറയുമെങ്കിലും അത് അവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പാണ് മറ്റേ ഗ്രൂപ്പ് ഞാൻ സഹകരിക്കില്ല എന്നുള്ള രീതിയിലേക്ക് ഉണ്ട്. എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിടത്തോളം കാലം ഏതൊരു നല്ല കാര്യങ്ങൾക്കും ആ നാട്ടുകാരെല്ലാം പ്രവാസികളെടുത്ത് കിട്ടുന്ന തുക കൊണ്ട് തന്നെയാണ് അവിടുത്തെ പകുതി മുക്കാൽ കാര്യങ്ങളും നീങ്ങുന്നത്. അത് സർക്കാരിന്റെ രീതിയിലല്ല, പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണും വീട് വയ്ക്കുന്നതിനെ സഹായിക്കുന്നതാണും എല്ലാ രീതിയിലും എനിക്കിപ്പോഴും അനുഭവമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഞാൻ ഇന്നലെയും പറഞ്ഞ ക്യാൻസർ, കിഡ്നി പേഷ്യൻസിനൊക്കെ സഹായം ഒരാഴ്ച കൊണ്ടാണ്
അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് 1-2 ലക്ഷം റുപ്യ കളക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പ്രവാസികളുടെ ഫണ്ട് കൊണ്ട് മാത്രമാണ്. മാറ്റുന്നുള്ളത് വളരെ തുച്ഛമാണ്. പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അത് വളരെയധികം നന്ദിയുണ്ട്. എനിക്കറിയാം ഇവിടെയുള്ള പകുതി കുറെ പേര് സാമ്പത്തികമായിട്ട് വരുന്നതാണെങ്കിലും വളരെ തുച്ഛം തുകയ്ക്ക് ജീവിച്ചു പോകുന്ന കഷ്ടിച്ച് ജീവിക്കുന്നവർ പോലും അവിടെ സഹായിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കുറ്റം പറയില്ല, വെള്ളിയങ്കോടും ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്. ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് 10, 20, 30 ഇടയിലുള്ള ചെറുപ്പക്കാർ മൊത്തം കുറെ പേര് ഈ സംഘടനകളായിട്ട് പ്രയത്നിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അവിടെയൊക്കെ കാണുമ്പോൾ എല്ലാം ഇതുപോലെ സഹായിക്കാൻ ഖത്തർ വെളിച്ചത്തിന്റെ ആണെങ്കിലും ഇപ്പൊ ഇതൊക്കെ ആണെങ്കിലും ചെറുപ്പക്കാർ കുറെ പേര് മുന്നോട്ട് വന്നുകൊണ്ട് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഈ കാലത്ത് നമ്മള് എല്ലാവരും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശി അല്ലെങ്കിൽ കാണിച്ച് ജീവിക്കുന്ന അവസ്ഥയിലും സഹായിക്കാൻ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരുമ്പോ നമ്മളെ പോലെയുള്ളവർക്ക് വളരെ സന്തോഷം. നമുക്ക് എപ്പോഴും സർക്കാരിൽ നിന്ന് കിട്ടുന്ന പേപ്പേഴ്സ് ഏതായാലും ഇന്നത് ചെയ്യണം, എന്ത് ചെയ്യണം, അതിന് ഫണ്ടൊന്നും തരില്ല. നിങ്ങളുടെ മെമ്പർമാര് അല്ലെങ്കിൽ വാർഡിലത്തെ 1-2 പേര് ആശാ വർക്കർമാരെ വിളിക്കുക, അംഗനവാടി ടീച്ചർമാരെ വിളിക്കുക, പിന്നെ പറയുന്നത് സന്നദ്ധ സേവാ സംഘടനകളോട് പിന്നെ സഹായത്താൽ ചെയ്യണം. അപ്പൊ അങ്ങനെ സഹായിക്കാൻ എല്ലാ ഇഷ്ടംപോലെ തയ്യാറുണ്ട്. ഇപ്പൊ അവിടെ ഒരു ആംബുലൻസ് നമ്മുടെ എരമംഗലത്ത് നമുക്ക് അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു ആംബുലൻസിന്റെ. നല്ലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് അവരാണ്, കലീബ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, അവർ നല്ലൊരു ആംബുലൻസ് എരമംഗലത്ത് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷം തോന്നുന്നു, 7-8 ലക്ഷത്തൊക്കെ വാങ്ങിക്കണം. ഒരു പുതിയൊരു ആംബുലൻസ് വാങ്ങിയിട്ട് പഞ്ചായത്തിനല്ല, അത് വേറെ തന്നെ ഡ്രൈവറെ നിർത്തി ശമ്പളം കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോ പാവങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് ആംബുലൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ആംബുലൻസ് ഇല്ല. പെട്ടെന്നൊന്ന് തൃശ്ശൂർ പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ അതില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതും മാറിക്കിട്ടി. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പോലെ ഞങ്ങൾ പകൽ വീട് എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വീട് വാടക എടുത്ത്. പകൽ വീട് എന്താ വെച്ചാല് പ്രായമായവർക്ക് വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടുന്ന, ഇപ്പൊ മുട്ടുവേനയിലെ സ്ത്രീകളാണെങ്കിൽ മുട്ടുവേനയിലെ കിടപ്പിലവരുണ്ടാവും. അവർക്ക് പുറത്തേക്ക് വരാൻ എന്നും വീട്ടിനുള്ളിൽ തന്നെ അടിഞ്ഞു കൂടുന്നവർക്ക് അതിൽ വന്നിരിക്കാനുള്ള ഒരു സൗകര്യം അത് നമ്മള് ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം എരമംഗലത്താണ് തുടങ്ങിയത്. കാരണം നമുക്ക് ഇപ്പോഴും പഞ്ചായത്തിന് കാണാനും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളിയങ്കോടും കൊണ്ടും അതുപോലെ തുടങ്ങാം. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പ്രായർക്ക് വന്നിരിക്കും രാവിലെ മുതൽ ഉച്ചവരെ വൈകുന്നേരം വരെ. അപ്പൊ TV സൗകര്യം ഉണ്ട്, കട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ എന്നും ബോറടിച്ച് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കാരണം നമുക്കെല്ലാം അറിയാം. ഇതൊക്കെ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കാലിലെ മുട്ടുവേനൊക്കെ ശരിക്കും തുടങ്ങും. കാണുമ്പോ മാത്രമേ ഉള്ളൂ നമ്മളെന്താ പറയാ പുതിയ പഴയ ഭരണി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെ കാണുമ്പോ ഒക്കെ ചെറുപ്പാണെങ്കിലും പകുതി മുക്കാലാണ് നടുവേദനയും കാൽമുട്ട് വേദനയും അനുഭവിക്കുന്ന ആ സ്ത്രീകൾ കൂടുതൽ. അപ്പൊ ഒരു 60 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. കിടപ്പിലായവരുണ്ട്. അവർക്ക് എല്ലാവർക്കും പുറത്ത് ഈ പറഞ്ഞ എന്താ പറയാ കുറച്ച് കുശുമ്പുണ്ടായ്മയും പറയാനാണെങ്കിലും പക്ഷെ മാനസിക അവസ്ഥ അവരുടെ പ്രായത്തിലെ ആൾക്കാർ നമ്മള് വാട്സാപ്പ് വെച്ചിരിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ചെറുപ്പക്കാരാണെങ്കിൽ ബൈക്കെടുത്ത് കറങ്ങുന്നു, ചെറു കുട്ടികളാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോളേജിൽ പോയി ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ചാറ്റിങ് ഗ്രൂപ്പ് ഇതൊക്കെ ഉണ്ട്. പ്രായവർക്ക് അതൊന്നുമില്ല, അങ്ങനെ എവിടെയെങ്കിലും കുട്ടിയിരുന്നോന്ന് പറയും. പക്ഷെ അവരുടെ എന്ന് പറയാം അതാണ് അവരെ എല്ലാ രീതിയിലും ചിലപ്പോ നമുക്ക് എതിരായിട്ട് തോന്നുന്നു. വല്ലതും പറയുമ്പോൾ നമുക്ക് എല്ലാം എതിരായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രായക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഇരിക്കാനും സമയം ചെലവഴിക്കാനും ഒരിടം. കുറെ പേര് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, അതൊന്നും നടപ്പിലാവാൻ പോണില്ല, ആൾക്കാരൊന്നും വരില്ലാട്ടാന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു മാറ്റം നമ്മളങ്ങനെ എല്ലാരും ഇതിനു മുമ്പേ പോയവരെ പോലെ നമ്മൾ പിന്നാലെ പോയിട്ട് കാര്യമില്ല. പുതിയ രീതിയിൽ നമുക്ക് കൊണ്ടുവരിക, നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും സഹായം അതിലുണ്ടാവണം. സഹായം ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തണം. ശരിക്കും പറഞ്ഞാൽ വാടകയ്ക്ക് പാടില്ല എന്നാണ്. സ്ഥലം കണ്ടെത്തി അതിൽ ബിൽഡിംഗ് കെട്ടാൻ നമുക്ക് ബിൽഡിങ്ങിനൊക്കെ ഫണ്ടുണ്ട്. സ്ഥലം വാങ്ങാൻ പൈസ ഉണ്ടാവാറില്ല, നമുക്ക് കിട്ടില്ല. സർക്കാരിന് സ്ഥലം വാങ്ങാൻ പൈസ തരില്ല. ബിൽഡിംഗ് ആണെങ്കിൽ MLA ഫണ്ടോ MP ഫണ്ടോ പഞ്ചായത്തിന് തൊഴിലുറപ്പിൽ ഏതിലെങ്കിലും കുറച്ച് സ്ഥലമുണ്ട്. ആര് പഞ്ചായത്തിന്റെ ഇവിടെ ഉണ്ടോ? ഇവിടെ സ്ഥലമുണ്ട്.